പ്രിന്റേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. പ്രിന്റർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അത് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഒരു പേപ്പറിൽ പ്രിന്റ് ചെയ്ത് കിട്ടുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട്, പെർമനന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. യൂസ് ചെയ്യുന്ന ടെക്നോളജീനെ ബേസ് ചെയ്ത് പ്രിന്റേഴ്സിന് ഇമ്പാക്ട് പ്രിന്റർ അല്ലെങ്കിൽ നോൺ ഇമ്പാക്ട് പ്രിന്റർ ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു കോണ്ടാക്ട് വരുന്നതിന് ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയും. പിന്നെ പ്രിന്റ് ഹെഡ് പേപ്പറിൽ ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിന് നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയും. ഇമ്പാക്ട് പ്രിന്ററിന് ഒരു എക്സാമ്പിൾ ആണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഡോട്ട് മെട്രിക്സ് പ്രിന്ററിൽ ഒരു ഹാമർ ഉണ്ടായിരിക്കും. ഹാമർ ഒരു കാർബൺ റിബണിന്റെ സഹായത്തോടെ പേപ്പറിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. അതിനനുസരിച്ച് ഔട്ട്പുട്ട് ഫോം ചെയ്യും. നോൺ ഇമ്പാക്ട് പ്രിന്ററിൽ വരികയാണെങ്കിൽ ഇൻജെക്ട് പ്രിന്റർ, ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റേഴ്സ് എന്നിവ നോൺ ഇമ്പാക്ട് പ്രിന്ററിന് എക്സാമ്പിൾ ആണ്. പ്രിന്ററിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് റെസൊല്യൂഷനും സ്പീഡും. റെസൊല്യൂഷൻ മെഷർ ചെയ്യുന്നത് DPI-ലാണ്, അതായത് ഡോട്ട്സ് പെർ ഇഞ്ച്. സ്പീഡ് പറയുന്നത് ഒരു സെക്കൻഡിൽ, അതായത് ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ എത്ര ലൈൻസ് പ്രിന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് ബേസ് ചെയ്തിട്ടാണ് സ്പീഡ് പറയുന്നത്. അപ്പം സ്പീഡ് നമുക്ക് ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡിൽ പറയാം, ലൈൻസ് പെർ മിനിറ്റിൽ പറയാം, പേജസ് പെർ മിനിറ്റിൽ പറയാം. അതായത് ഒരു സെക്കൻഡിൽ എത്ര ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് CPS. ഒരു മിനിറ്റിൽ എത്ര ലൈൻസ് പ്രിന്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര പേജസ് പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ ഈ മൂന്ന് രീതിയിൽ നമുക്ക് പ്രിന്ററിന്റെ സ്പീഡ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഓരോ പ്രിന്ററിനെയും കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. ആദ്യം ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ്. ഇതൊരു ഇമ്പാക്ട് പ്രിന്റർ ആണ്. പ്രിന്റ് ഹെഡിലുള്ള പിൻസ് ഇങ്ക്ഡ് റിബൺ വഴി പേപ്പറിൽ സ്ട്രൈക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇമേജസ് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. പ്രിന്റ് ഹെഡിൽ സാധാരണ 9 പിന്നുകളാണ് ഉണ്ടായിരിക്കുക. 24 പിൻസ് ഉള്ള പ്രിന്ററും അവൈലബിൾ ആണ്. പിന്നിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് പ്രിന്റ് ക്വാളിറ്റിയും കൂടിയിരിക്കും. ഇത് സ്ലോ ആണ്, നോയ്സി ആണ്, പേഴ്സണൽ യൂസിന് സാധാരണ ഉപയോഗിക്കാറില്ല. ഇത് സാധാരണ ക്യാഷ് കൗണ്ടറിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് കോസ്റ്റ് കുറവാണ്. അടുത്തത് ഇങ്ക്ജെറ്റ് പ്രിന്റർ. ഇങ്ക്ജെറ്റ് പ്രിന്റർ എന്ന് പറയുന്നത് ഒരു നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. അതിൽ പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് വരുന്നില്ല. ലിക്വിഡ് ഫോമിലുള്ള ഇങ്ക് പേപ്പറിലേക്ക് സ്പ്രേ ചെയ്തിട്ടാണ് പ്രിന്റിംഗ് നടക്കുന്നത്. സിയാൻ, യെല്ലോ, മജന്ത, ബ്ലാക്ക് പോലുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് കളർ ഇമേജസ് ഫോം ചെയ്യാനും സാധിക്കും. ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് പൊതുവെ പറയുവാണെങ്കിൽ ഇൻഎക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇങ്ക് കാർട്രിഡ്ജ് കോസ്റ്റ്ലി ആണ്. ഒരുപാട് അധികം നാളത്തേക്ക് നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് അടിക്കടി കാർട്രിഡ്ജ് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ പറയുവാണെങ്കിൽ ഇങ്ക്ജെറ്റ് പ്രിന്റർ എക്സ്പെൻസീവ് ആണെന്ന് പറയാം. അടുത്തത് ലേസർ പ്രിന്റർ. ലേസർ പ്രിന്റർ ഒരു നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നുള്ള പ്രിൻസിപ്പലിനെ ബേസ് ചെയ്തിട്ടാണ് ലേസർ പ്രിന്റർ വർക്ക് ചെയ്യുന്നത്. ഇതിൽ 4 പ്രധാനപ്പെട്ട യൂണിറ്റുകളുണ്ട്. ഒന്ന് ലേസർ യൂണിറ്റ്, ടോണർ കാർട്രിഡ്ജ്, ഡ്രം യൂണിറ്റ്, ഫ്യൂസർ യൂണിറ്റ്. അങ്ങനെ 4 പ്രധാനപ്പെട്ട യൂണിറ്റുകളുണ്ട്. ടോണർ കാർട്രിഡ്ജിന്റെ അകത്ത് ടോണർ പൗഡർ ഉണ്ടായിരിക്കും. അതിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഒരു പ്രത്യേക കോട്ടിംഗ് ഉള്ള മെറ്റൽ സിലിണ്ടർ ആണ് ഡ്രം യൂണിറ്റ്. അതിന് ലേസർ ബീമിൽ നിന്നും പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. പ്രിന്റ് കമാൻഡ് കൊടുക്കുന്ന സമയത്ത് പ്രിന്റ് ചെയ്യേണ്ട ഡാറ്റ പ്രിന്ററിന്റെ മെമ്മറിയിലേക്ക് സേവ് ചെയ്ത് വെക്കും. ഡ്രം കറങ്ങി തുടങ്ങുമ്പോൾ അതിന് മുകളിൽ മുഴുവൻ പോസിറ്റീവ് ചാർജ് കിട്ടും. ഒരു പ്രത്യേക വയറിന്റെ സഹായത്തോടെ ഡ്രമ്മിലേക്ക് ഒരു പോസിറ്റീവ് ചാർജ് കൊടുക്കും. അങ്ങനെ ഇതിന്റെ മുകളിൽ മുഴുവൻ ഒരു പോസിറ്റീവ് മേഖല വ്യാപിച്ചു കിടക്കും. കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. ഇനി പ്രിന്റ് ചെയ്യപ്പെടേണ്ട ഡാറ്റ ഡ്രമ്മിലേക്ക് ലേസർ ബീമിന്റെ സഹായത്തോടെ ട്രാൻസ്ഫർ ചെയ്യും. ലേസർ ബീം ഡയറക്റ്റ് ആയിട്ട് ഡ്രമ്മിൽ പതിക്കില്ല, ഒരു മിററിന്റെ സഹായത്തോടെ ആയിരിക്കും. ഈ മിററിന് മൂവ് ചെയ്യാനായിട്ട് പറ്റും. മിററിന്റെ സഹായത്തോടെ ഇത് ഡ്രമ്മിൽ പതിക്കുന്ന സമയം അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പോസിറ്റീവ് ചാർജിനെ മായ്ച്ചു കളഞ്ഞിട്ട് പകരം ഒരു നെഗറ്റീവ് ചാർജിന്റെ മേഖല സൃഷ്ടിക്കും. ഇതുവഴി നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ട പേപ്പറിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇമേജ് ഡ്രമ്മിൽ രൂപപ്പെടും. കാർട്രിഡ്ജിന്റെ അകത്ത് പോസിറ്റീവ് ചാർജുള്ള ഇങ്ക് പൗഡർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ നെഗറ്റീവ് ചാർജുള്ള മേഖലയിലേക്ക് ഈ പോസിറ്റീവ് ചാർജുള്ള ഇങ്ക് പൗഡർ പെട്ടെന്ന് തന്നെ വ്യാപിക്കും. രണ്ടിനും ഓപ്പോസിറ്റ് ചാർജ് ആയത് കാരണം ഈ പോസിറ്റീവ് ചാർജുള്ള പൗഡർ നെഗറ്റീവ് ചാർജുള്ള മേഖല മുഴുവനായിട്ടും പറ്റിപ്പിടിച്ച് നിൽക്കും. അത് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ട ഡാറ്റയുടെ അതേ ഫോമിൽ തന്നെ ആയിരിക്കും. ഇനി പേപ്പർ ഒരു ബെൽറ്റിന്റെ സഹായത്തോടെ ഈ റോളർ യൂണിറ്റിലേക്ക് കടത്തിവിടും. പേപ്പറിന് ഒരു വയറിന്റെ സഹായത്തോടെ പോസിറ്റീവ് ചാർജ് കൊടുക്കും. ഇത് ഈ റോളർ യൂണിറ്റിൽ കൂടി കടന്നു പോകുന്ന സമയം റോളറിന്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന
പൗഡർ അതേപോലെ തന്നെ പേപ്പറിലേക്കും വ്യാപിക്കും. അങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ട ഡാറ്റ അതുപോലെ തന്നെ പേപ്പറിൽ നമുക്ക് കിട്ടും. പക്ഷെ ഈ ഇങ്ക് പൗഡർ എന്ന് പറയുന്നത് അത് ഊതിയാ പറന്നു പോകുന്ന രീതിയിലായിരിക്കും. ഈ പേപ്പർ ഒരു ഫ്യൂസർ യൂണിറ്റിൽ കൂടി കടത്തിവിടും. ഫ്യൂസർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ വളരെ നല്ല രീതിയിൽ ചൂടാക്കിയ 2 റോളേഴ്സ് ഉണ്ടായിരിക്കും. ഇതിനിടയിൽ കൂടി കടത്തിവിടുമ്പോൾ ആ റോളറിൽ നിന്നുള്ള ചൂടും അതിന്റെ പ്രഷറും കാരണം ഈ ഇങ്ക് പൗഡർ പേപ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ഉരുകി ചേർന്നിരിക്കും. അങ്ങനെ പ്രിന്റ് ചെയ്യേണ്ട ഡാറ്റ കറക്റ്റ് ആയിട്ട് തന്നെ പേപ്പറിൽ പ്രിന്റ് ചെയ്ത് കിട്ടും. കളർ ലേസർ പ്രിന്റർ ആണെങ്കിൽ അതിൽ ബ്ലാക്ക് ടോണർ പൗഡറിന് പുറമെ 3 കളർ ടോണർ പൗഡറും കൂടി ഉണ്ടായിരിക്കും. ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനിലും ഈ പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത്. അടുത്തത് തെർമൽ പ്രിന്റർ. വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രിന്ററാണ് തെർമൽ പ്രിന്റർ. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ATM കൗണ്ടറിൽ, ഷോപ്പിംഗ് മാളുകളിൽ, ബസ് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത്, തിയേറ്ററിൽ, സ്വൈപ്പിംഗ് മെഷീനിൽ, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്ന പ്രിന്ററാണ് തെർമൽ പ്രിന്റർ. തെർമൽ പ്രിന്റ് ഹെഡിൽ കൂടി ഹീറ്റ് സെൻസിറ്റീവ് തെർമൽ പേപ്പർ പാസ് ചെയ്യുമ്പോൾ സെലക്ടഡ് ഏരിയാസ് ഹീറ്റ് ചെയ്യും. ഏതൊക്കെ ഏരിയ ആണോ ഹീറ്റ് ചെയ്യപ്പെട്ടത് അത് ബ്ലാക്ക് കളറിലേക്ക് മാറുന്ന അനുസരിച്ചിട്ടാണ് ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തെർമൽ പ്രിന്ററിൽ ഒട്ടും നോയ്സി അല്ല, അത് വളരെ ഫാസ്റ്റ് ആണ്, സ്മോളർ ആണ്, വെയിറ്റ് കുറവാണ്, പവർ കൺസപ്ഷൻ കുറവാണ്, അതേപോലെ തന്നെ വളരെ സൗകര്യപ്രദമായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഏത് സ്ഥലത്ത് വേണമെങ്കിലും കൊണ്ടു നടക്കാനായിട്ടും പറ്റും. ഇതൊക്കെയാണ് തെർമൽ പ്രിന്ററിന്റെ അഡ്വാൻറ്റേജസ്. തെർമൽ പ്രിന്റ് ഹെഡിൽ കൂടി ഹീറ്റ് സെൻസിറ്റീവ് തെർമൽ പേപ്പർ പാസ് ചെയ്യുമ്പോൾ സെലക്ടഡ് ഏരിയാസ് ഹീറ്റ് ചെയ്യപ്പെടും. ഏതൊക്കെ ഏരിയ ആണോ ഹീറ്റ് ചെയ്യപ്പെട്ടത് അത് ബ്ലാക്ക് കളറിലേക്ക് മാറുന്ന അനുസരിച്ചിട്ടാണ് ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഒട്ടും തന്നെ സൗണ്ട് ഉണ്ടാക്കത്തില്ല, വളരെ ഫാസ്റ്റ് ആയിരിക്കും, പിന്നെ സൈസ് കുറവാണ്, വെയിറ്റ് കുറവാണ്, പവർ കൺസപ്ഷൻ കുറവാണ്, അതേപോലെ തന്നെ നമ്മുടെ ആവശ്യാനുസരണം ഏത് സ്ഥലത്ത് വേണമെങ്കിലും കൊണ്ട് നടന്ന് ഉപയോഗിക്കാനും പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്. ഇതിന്റെ ഒരു കമ്പാരിസൺ നോക്കാം. പ്രിന്റിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ലേസർ പ്രിന്ററിൽ ഇങ്ക് പൗഡർ, ഇങ്ക്ജെറ്റ് പ്രിന്ററിൽ ലിക്വിഡ് ഇങ്ക് ആണ്. തെർമൽ പ്രിന്റേഴ്സിലാണെങ്കിൽ ഹീറ്റ് സെൻസിറ്റീവ് പേപ്പർ, ഡോട്ട് മെട്രിക്സ് പ്രിന്ററിൽ ഇങ്ക്ഡ് റിബൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി പ്രിന്റിംഗ് എങ്ങനെയാണ് നടക്കുന്നത്? ലേസർ പ്രിന്ററിലാണെങ്കിൽ പേപ്പറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ടോണർ പൗഡറിനെ ഹീറ്റിംഗ് വഴി ഫ്യൂസ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ക്ജെറ്റ് പ്രിന്ററിലാണെങ്കിൽ ലിക്വിഡ് ഇങ്ക് പേപ്പറിലേക്ക് സ്പ്രേ ചെയ്യും. തെർമൽ പ്രിന്ററിലാണെങ്കിൽ തെർമൽ പ്രിന്റ് ഹെഡിലേക്ക് ഹീറ്റ് സെൻസിറ്റീവ് തെർമൽ പേപ്പർ പാസ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് പ്രിന്റിംഗ് നടക്കുന്നത്. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആകുമ്പോൾ പ്രിന്റ് ഹെഡിലുള്ള പിൻസിനെ ഒരു റിബണിന്റെ സഹായത്തോടെ പേപ്പറിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് പ്രിന്റിംഗ് നടക്കുന്നത്. ഇനി പ്രിന്റിംഗ് സ്പീഡ് പറയുകയാണെങ്കിൽ ലേസർ പ്രിന്ററിൽ 20 pages per minute, ഇങ്ക്ജെറ്റ് പ്രിന്ററിൽ 6 pages per minute, തെർമൽ പ്രിന്റേഴ്സ് 150 mm/s, ഡോട്ട് മെട്രിക്സ് പ്രിന്ററിലാണെങ്കിൽ 30 to 550 characters per second. ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ലേസർ പ്രിന്റേഴ്സിന്റെ കേസിൽ പ്രിന്റിംഗ് ക്വാളിറ്റി ഈസ് ഗുഡ്. ഇത് കൂടുതലും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റിങ്ങിനാണ്. ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സിന്റെ കേസിലാണെങ്കിൽ പ്രിന്റിംഗ് ക്വാളിറ്റി, ഫോണ്ട് സൈസ് കുറവാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. തെർമൽ പ്രിന്റേഴ്സിന്റെ കേസിലാണെങ്കിൽ ടെക്സ്റ്റ് പ്രിന്റിങ്ങിന് ഹൈ ക്വാളിറ്റി ഉള്ള പ്രിന്റിംഗ് തന്നെ നമുക്ക് കിട്ടും. ഇമേജസ് പ്രിന്റ് ചെയ്യാൻ നേരത്ത് ക്വാളിറ്റി കുറവായിരിക്കും. ഡോട്ട് മെട്രിക്സ് പ്രിന്റേഴ്സിന്റെ കേസിലും അത് തന്നെയാണ്. ടെക്സ്റ്റ് പ്രിന്റിങ്ങിനാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇമേജസ് പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി കിട്ടിയെന്ന് വരത്തില്ല. ഇനി അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ലേസർ പ്രിന്ററിൽ നിന്ന് ഒരുപാട് സൗണ്ട് ഒന്നും ഉണ്ടാകത്തില്ല, വളരെ ഫാസ്റ്റ് ആയിരിക്കും, പ്രിന്റിംഗ് ക്വാളിറ്റിയും നല്ലതായിരിക്കും. ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സിന്റെ കേസിലാണെങ്കിൽ ക്വയറ്റ് ഹൈ പ്രിന്റിംഗ് ക്വാളിറ്റി, നോ വാം അപ്പ് ടൈം, ഡിവൈസ് കോസ്റ്റ് ഇസ് ലെസ്. തെർമൽ പ്രിന്റേഴ്സ് ക്വയറ്റ് ഫാസ്റ്റ്, സ്മോളർ, ലൈറ്റർ ആൻഡ് കൺസ്യൂം ലെസ് പവർ, പോർട്ടബിൾ. ഡോട്ട് മെട്രിക്സ് പ്രിന്ററിലാണെങ്കിൽ ചീപ്പ് ടു പ്രിന്റ് ആസ് റിബൺ ഈസ് ചീപ്പ്, കാർബൺ കോപ്പി പോസിബിൾ. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ലേസർ പ്രിന്ററിലാണെങ്കിൽ പേപ്പർ ജാമായി പോകാനുള്ള സാധ്യതയുണ്ട്. ടോണറും ഡിവൈസും എക്സ്പെൻസീവ് ആയിരിക്കും. ഇങ്ക്ജെറ്റ് പ്രിന്ററിലാണെങ്കിൽ ഇങ്ക് എക്സ്പെൻസീവ് ആണ്, ഇങ്ക് വാട്ടർ പ്രൂഫ് അല്ല, അതുപോലെ തന്നെ ലിക്വിഡ് ഇങ്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് നോസിൽ അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. തെർമൽ പ്രിന്റേഴ്സിലാണെങ്കിൽ സ്പെഷ്യൽ തെർമൽ പേപ്പേഴ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്, പ്രിന്റ് ക്വാളിറ്റി വളരെ കുറവായിരിക്കും. ഡോട്ട് മെട്രിക്സ് പ്രിന്ററിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇനീഷ്യൽ പർച്ചേസ് ഈസ് എക്സ്പെൻസീവ്, മെയിൻ്റനൻസ് ഈസ് എക്സ്പെൻസീവ്, പ്രിന്റിംഗ് ഫാസ്റ്റ് അല്ല, അതേപോലെ തന്നെ ഒരുപാട് സൗണ്ട് ഇതിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രിന്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. 4 തരത്തിലുള്ള പ്രിന്റേഴ്സ് ആണ് പഠിച്ചത്. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ലേസർ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ, പിന്നെ തെർമൽ പ്രിന്റർ. താങ്ക് യു.